മുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ വന്നോളൂ. സംസാരിച്ചോളൂ. എനിക്കും ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്നായിരുന്നു താല്പര്യം. സീതാലക്ഷ്മി എന്നല്ലേ പേര്? ഇത്ര ചെറുപ്പമായിരിക്കുമെന്നും സുന്ദരിയായിരിക്കുമെന്നും വിചാരിച്ചില്ല. എന്താ സീതയൊന്നും മിണ്ടണില്ല? എനിക്ക് ഇത്തിരി പ്രായക്കൂടുതലുണ്ട്, അതുകൊണ്ട് വിഷമായോ? ഇല്ല, അതൊന്നുമല്ല എന്റെ വിഷമം. പിന്നെന്താ? എന്താ അച്ഛനും അങ്ങോട്ട് പറയുക, മാർഗം ഉണ്ടാക്കാം. മാർഗം ഉണ്ടാക്കണം, അവിടെ എന്നെ രക്ഷിക്കണം. അപേക്ഷിക്കാനാ ഞാൻ വിളിച്ചത്. എന്താ ഉണ്ടായേ? ഈ വേളി വേണ്ടാന്ന് വെക്കണം. എന്നെ ഇഷ്ടമായില്ലെന്ന് എല്ലാരോടും ഒന്ന് പറയണം. ഇഷ്ടായില്ലോ, പിന്നെന്താ? ഇഷ്ടാവാൻ പാടില്ല, അതിന് കൊള്ളില്ല എന്നെ. ഇത് നടന്നില്ല എന്ന് വെച്ച് അനിയനോട് ചേച്ചിയെ വേണ്ടാന്ന് വെക്കരുതെന്ന് പറയണം. ചേർക്കാൻ കൊള്ളാവുന്നൊരു ജാതകം വേറെ കിട്ടില്ല അതിന്. നിന്റെ വേളി നടക്കരുത്, എന്നാ ചേച്ചിയുടെ തന്നെ നടക്കുകയും വേണം അല്ലേ? എനിക്ക് മനസ്സിലാവണുണ്ട്, പ്രായം കൂടിയോണ്ട് എന്നെ ഇഷ്ടായില്ല, അതല്ലേ കാര്യം? അല്ല,
എനിക്ക് ഇദ്ദേഹത്തിന്റെ വേളിയാവാൻ പറ്റാത്തൊരവസ്ഥ. മറ്റൊന്നും എന്നോട് ചോദിക്കരുത്. പറ്റില്ല. നടന്നാ രണ്ടു വേളയും ഒന്നിച്ചു നടക്കും. ഇല്ലെങ്കിൽ രണ്ടും വേണ്ട. അങ്ങനെ പറയരുത്. ചേച്ചി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനെ വേദനിപ്പിക്കരുത്. ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ വേദനിക്കട്ടെ എന്നാണോ? പറ്റില്ല. എനിക്ക് സീതാലക്ഷ്മിയെ വേളിയാക്കിയേ പറ്റൂ. പറ്റില്ല. അത് മറ്റൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വേളിയാവാൻ കഴിയില്ല. എനിക്കങ്ങ് ശരിക്കും മനസ്സിലായില്ല. എനിക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട്. ഓ, ഒരു സ്നേഹബന്ധം ഉണ്ടായിന്ന് വെച്ച് കാര്യമാക്കണില്ല ഞാൻ. കാലം പഴയതല്ലോ. സ്നേഹബന്ധം മാത്രമല്ല. പിന്നെ ഇനി എന്താ ഞാൻ പറയേണ്ടത്? നുണയൊന്നും പറയണ്ട. എന്നെ ഒഴിവാക്കണമെങ്കിൽ ഇത്രയും കള്ളത്തരം പറയണോ? കള്ളത്തരമല്ല, സത്യം. എന്ത് സത്യം? എനിക്കൊന്നും കേൾക്കണ്ട. വേളിക്ക് സമ്മതിക്കാൻ പറ്റുമോ അതറിഞ്ഞാ മതി. മറ്റൊരാളുടെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എങ്ങനെയാ താലി കെട്ടാൻ നിന്ന് തരിക? അയ്യോ, കുട്ടിയുണ്ടെന്നോ? അതെ, ഗർഭിണിയാ ഞാൻ. ആഹാ, അപ്പൊ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുമായിരുന്നുല്ലേ? വല്ലോന്റെയും കുട്ടീനെ ഞാൻ ചുമക്കേണ്ടി വന്നേനെ ഇല്ലയോ? അല്ല, ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. അറിയിക്കാം, ഞാൻ തന്നെ അറിയിക്കാം. അയ്യോ, ആരോടും പറയരുത്, ആരോടും പറയരുത്. എന്താ മോളെ, അയാളെന്തോ ദേഷ്യപ്പെട്ടാണല്ലോ പോയത്? എന്താ, നീ എന്തെങ്കിലും ഇഷ്ടക്കുറവ് പറഞ്ഞോ? ഇവിടെ നിക്കണ്ട. കുടുംബത്തിൽ പറഞ്ഞവരല്ല ഇവിടെ. ഇപ്പൊ ഇറങ്ങുക, ഈ നിമിഷം അങ്ങോട്ട് ഇറങ്ങുക അവിടുന്ന്. ഇല്ല അച്ഛാ, ചതിക്കും. ഇറങ്ങുക ഇങ്ങോട്ട്. അശ്ലീകരം പിടിച്ച കൂട്ടങ്ങളാ ഒക്കെ. ഹായ്, നീ ഇങ്ങനെ ചാടാണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാ പറയാ. എനിക്ക് പറയാൻ തന്നെ നാണക്കേടാ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാ. നീ എന്താ നിക്കണ? ഇങ്ങോട്ട് വാടാ. എന്താ കാര്യം വെച്ചാ പറയാ. കുട്ടി വല്ല ഇഷ്ടക്കേടും പറഞ്ഞോ? ഇഷ്ടക്കേട് പറയല്ല, ചെയ്തു. എന്ത് ചെയ്തു? അവള് നിന്നെ തല്ലിയോ? തല്ലിയാ സഹിക്കായിരുന്നു. ഇതിപ്പോ അപമാനായില്ലേ? എന്താച്ചാ തെളിച്ചു പറഞ്ഞോളൂ. ഇനി തെളിച്ചു പറയാൻ എന്താ? കണ്ടോന്റെ കൊച്ചിനെ വളർത്താൻ എനിക്ക് മേല. എന്താ എന്തായി പറഞ്ഞു വരുന്നത്? എന്തായി പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ലേ? വയറ്റിലുള്ള പെണ്ണിനെ വെളുക്കാൻ എനിക്ക് വയ്യാന്ന്. അസംബന്ധം പറയാ. വേളി വേണ്ടച്ചാ വേണ്ട, പക്ഷേ എന്റെ കുട്ടിയെ പറ്റി വേണ്ടാത്തത് പറയരുത്. ആട്ടേണ്ടത് എന്റെ മുഖത്തല്ല, നിങ്ങളുടെ മോളെ ആട്ടി പുറത്താക്കേണ്ടത്. ഇവിടുത്തെ കുട്ടികളൊന്നും അങ്ങനെ ചൊവ്വല്ലാതെ വരില്ല. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. വേണ്ട, മോളോട് ചോദിച്ചിട്ട് വിശ്വസിച്ചാ മതി. അവൾ എന്നോട് നേരിട്ട് പറഞ്ഞതാ. അത് സത്യമാണോ നീ പറയണത്? അതേന്ന്, ഗർഭമുണ്ടാ പെണ്ണിന്. എന്റെ കൃഷ്ണ, എന്താ ഞാൻ ഈ കേക്കണത്? മനസ്സിലായില്ലേ? പഠിക്കാൻ പോയ മോള് ഒരു കൊച്ചിനെയും വയറ്റിലിട്ടാ വന്നിരിക്കണെന്ന്. തല കറങ്ങണല്ലോ. കറങ്ങാൻ വരട്ട് തള്ളേ. മൂത്ത മോളെ കൂടെ ഒന്ന് വിളിച്ചു ചോദിക്കാ. ചിലപ്പോ അവക്കും കാണും ഗർഭം. നോക്കി നിക്കാണ്ട് ഇറങ്ങുക. നിക്കാൻ കൊള്ളില്ലേ ഉമ്മറത്ത് ഒരു ചൂരക്കാട്ട് മന. ദോഷക്കാരെയും ദോഷം വന്നിരിക്കണതുമായി രണ്ടെണ്ണമല്ലേ തനിക്കുള്ളൂ. രണ്ടിന്റെയും കഴുത്തങ്ങോട്ട് ഞെരിക്കുക, എന്നിട്ട് കയറ് കെട്ടി താനങ്ങോട്ട് തൂങ്ങുക. അതാ ഇതിലും ഭേദം. ഈ കേട്ടതൊന്നും സത്യമാകരുതേ. സത്യച്ച, എങ്ങനെയോ സംഭവിച്ചു പോയൊരു തെറ്റിന് ഇപ്പൊ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്റെ ലച്ചു. എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഇതൊന്നും. ആദ്യം കേട്ടപ്പോ ഞാനും അമ്പരന്ന് പോയി. ലച്ചുവിന് ഇങ്ങനൊരു അബദ്ധം പറ്റുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ഈ രാമനെ കുറിച്ച് വേറൊന്നും അറിയില്ലേ കുട്ടിക്ക്? ഇല്ലച്ച, അതല്ലേ സങ്കടം. ഏത് നാട്ടിലാണെന്നോ എന്ത് തൊഴിലാണെന്നോ പോലും അറിയില്ല. പക്ഷേ അയാളെ കണ്ടുപിടിച്ച ഒക്കെ ശരിയാവുന്ന പറയണേ ലച്ചു. അത്രയ്ക്ക് നല്ല മനുഷ്യനാണെന്ന്. എത്ര നല്ല മനുഷ്യനാണെങ്കിലും ആളെ കണ്ടുകിട്ടണ്ടേ മോളെ? അതുവരെ എന്ത് ചെയ്യും? എത്ര ആളാ മറച്ചു വയ്ക്കുക?
മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. ഇതറിയുമ്പോ ഒരു പൊട്ടിത്തെറിയായിരിക്കും അവളുടെ ഇല്ലത്ത്. എന്താ സംഭവിക്കാന്ന് പേടിക്കാ ഞാൻ. നിനക്ക് എന്താ ഇവിടെ കാര്യം? ഇല്ലത്തിന്റെ മാനം കളഞ്ഞവളെ തല്ലി കൊല്ലാ വേണ്ടത്. ഇനി അതിനെ തല്ലി ചത്തു പോവത്. ഇങ്ങനെ നിന്ന് തല്ലുകൊള്ളാതെ എന്താ പറ്റെന്ന് പറഞ്ഞിയ. ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? പ്രായമായ പെൺകുട്ടികളെ അന്യദേശത്തേക്ക് അയക്കല്ലേന്ന് പറഞ്ഞതാ ഞാൻ. അമ്മ കേട്ടില്ല. മോളെ കുറിച്ച് പറയുമ്പോ കൊമ്പത്തായിരുന്നല്ലോ ദേഷ്യം. ഇപ്പൊ എന്തായി? പഠിക്കാൻ വേണ്ടി പെഴുന്നോണ്ടല്ലേ വന്നത്? ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ദോഷം വരുമെന്നൊന്നും വിചാരിച്ചില്ല ഞാൻ. വിചാരിക്കണം, ഇതൊക്കെ വളർത്തു ദോഷമാണ്. ചോദിക്ക് നാരായണ, വല്ല വീട്ടിൽ ഉടയാറുണ്ടോന്ന്. ശിവ ശിവ, അത് നിശ്ചയമില്ലാന്നുണ്ടോ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? ആരൊന്ന് പറയാനും വയ്യണ്ടായോ? കൊല്ല ഞങ്ങളെ. എന്നിട്ട് നീ ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചോളൂ. എന്താ സീത ഉണ്ടായത്? ആരാ നിന്നെ ഇങ്ങനെ? ഒന്ന് പറ നീ. ആരാ? രാമൻ. രാമനാ. ഏത് രാമൻ? എവിടുത്തെ രാമൻ? അറിയില്ല. രാമനാണെന്ന് മാത്രമേ എനിക്കറിയൂ. അഹങ്കാരിയാ നാരായണ. നീ ചോദിച്ചാ പറയില്ല അവള്. ശ്രീധരനെ വിളിക്കാം, അവൻ വരട്ടെ. വേണ്ട, അവനെ അറിയിക്കല്ലേ. അറിയിക്കണം. ഇതങ്ങനെ മൂടി വെച്ചാ ദോഷം ഉണ്ടാവും ഇല്ലത്തിന്. ശ്രീധരൻ വരട്ടെ, അവൻ ചോദിച്ചാ തത്ത പറയും പോലെ പറയും. രാമനാണോ ശ്രീരാമനാണോ എന്ന്. ശ്രീരാമനായിപ്പോ ഇനി ഒരമ്പം വില്ലും കൂടെ പിടിച്ച വെറും രഘുപതി രാമനല്ല, സാക്ഷാൽ ശ്രീരാമനാവും ഏട്ടൻ. ഒന്ന് പോന്നുണ്ടോ നീ? വെറുതെ എന്നെ ഇരുത്തി വേഷം കിട്ടിക്കാതെ. അയ്യോ എടുക്കല്ലേ. ഇനി ഒരു പൊട്ടൊക്കെ തൊടിച്ച് സുന്ദരനാക്കാം. പിന്നെ ഈ മീശ വേണോന്നില്ല. ശ്രീരാമന് മീശ ഉണ്ടായിരുന്നില്ല. ഒന്ന് പോടി അവിടുന്ന്. എന്താ രണ്ടുപേരും കൂടി? ദേ കണ്ടില്ലേ ഏട്ടത്തി, ഇവളെന്നെ ശ്രീരാമനാക്കാൻ പോവാണ്. വേഷം കൊണ്ട് വേണ്ട, സ്വഭാവം കൊണ്ട് ശ്രീരാമനായാ മതി. സ്വയംവരത്തിന് മുൻപ് ഒരു പെണ്ണും ഉണ്ടായിട്ടില്ല ശ്രീരാമന്റെ മനസ്സില്. സ്വയംവരത്തിന് ശേഷം രാമന്റെ ജീവിതം തന്നെ സീതയായിരുന്നു. നിന്റെ ജീവിതവും അതുപോലെ തന്നെ ആയിരിക്കണം. സീതയെ പോലെ കരുതണം കൃഷ്ണവേണിയെ. അപ്പൊ ഇതൊന്നും വേണ്ട, ശരിക്ക് ശ്രീരാമനായിക്കോളും നീ. എന്താ നീ ഒന്നും മിണ്ടാത്തെ? തമാശ പറഞ്ഞോണ്ടിരുന്നപ്പോ ഏട്ടത്തി വന്നത് സീരിയസ് ആക്കി. എന്നിട്ടിപ്പോ മിണ്ടാത്ത എന്താന്ന്? ഏയ്, ഏട്ടത്തി പറഞ്ഞതാ കാര്യം. സീതയെ പോലെ തന്നെ കരുതും ഞാൻ കൃഷ്ണവേണിയെ. ചേച്ചിയോടെങ്കിലും മോള് നേര് പറയാ. എന്താ ഉണ്ടായേ? ആരാ ഇങ്ങനെ ദ്രോഹിച്ചത്? ദ്രോഹിച്ചതല്ല, രാമൻ അങ്ങനെ ദ്രോഹിക്കാൻ പറ്റില്ല. ഒക്കെ എന്റെ ബുദ്ധിമോശം. ഇങ്ങനെയൊക്കെ ആവോന്ന് വിചാരിച്ചില്ലേ ഞാൻ. ആരാ അയാള്? പെട്ടെന്ന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവോ? ഉണ്ടായിപ്പോയി. സത്യം പറ, ആരാ? സീതയ്ക്ക് ഞാൻ രാമന, ഈ ചിത്രകൂടത്തിലെ ശ്രീരാമൻ.
കല്യാണം കഴിക്കാന്ന് ഒരുപാട് പറഞ്ഞു തരാം. ഞാനാ സമ്മതിക്കാത്തത്. പേര് പോലും പറയാൻ സമ്മതിക്കാത്തത് ഞാനാ. പേടിയായിരുന്നു എനിക്ക്. രാമിനെ ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ വേളി കൂടി നടക്കില്ലെന്ന് വിചാരിച്ചു ഞാൻ. ഇങ്ങനെയൊന്നും ആവുമെന്ന് കരുതിയില്ലേ ഞാൻ. ദേവി, എന്താ അബദ്ധം നീ കാണിച്ച്? ചേച്ചിക്ക് വേളി വേണമെന്ന് ഒരു മോഹമില്ലായിരുന്നു. ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് നിശ്ചയമുണ്ടോ നിനക്ക്? എന്റെ ഈശ്വര, ദോഷം വന്ന പെണ്ണിനെ ഇല്ലത്ത് വെച്ച് പൊറപ്പിക്കില്ല. എനിക്കറിയാം. എത്ര ബുദ്ധിമുട്ടിയാലും രാമിനെ കണ്ടുപിടിക്കുന്നത് വരെ ഒക്കെ സഹിച്ചേ പറ്റൂ എനിക്ക്. കുട്ടിക്ക് അറിഞ്ഞപ്പോ ഇതങ്ങ് വേണ്ടെന്ന് വെച്ചൂടായിരുന്നു. അവിടെ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചൂടായിരുന്നു. ഒരബോർഷൻ പറ്റില്ല എന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞു. ഇനി നടത്താമായിരുന്നെങ്കിലും അതിന് സമ്മതിക്കില്ലായിരുന്നു ഞാൻ. ഒരു ജീവനല്ല ചേച്ചി, അത് നശിപ്പിച്ചുകൂടാ. ഇനി എന്ത് വന്നാലും സഹിക്കും ഞാൻ. അകത്ത് കയറി അടയിരുന്നോളൂ. കരഞ്ഞു കാണിച്ചപ്പോ തോറ്റൂലോ നാരായണൻ. ഇനി അത് നടക്കില്ല. ദേ വരണുണ്ട് ശ്രീധരൻ. പറയണത് സത്യല്ല അച്ഛാ. ദണ്ണിച്ചു കൊല്ലും നിന്നെ. ആ കാര്യങ്ങളിൽ ഇടപെടാൻ ഏട്ടൻ തിരുമേനി സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. ചൂരക്കാട്ട് മനയുടെ ആദ്യത്തെ വാക്കാ ഏട്ടൻ. അവസാനത്തെ വാക്ക് ഞാനാ. കേട്ടത് നേരാ? ഭോഷായോ പെണ്ണിന്? ആയി. ആരാന്നൊട്ട് പറയണൂല്ല. പറയിപ്പിക്കാം. ഏട്ടന്റെ മോളല്ലേ, പേരിനൊരു അനുവാദം. അത് ഇങ്ങോട്ട് കിട്ടിയാ പറയിപ്പിക്കാം. എന്താ ആയിക്കോളൂ. സത്യം അറിഞ്ഞ ഒരു നിവൃത്തി ഉണ്ടാക്കാമല്ലോ. ശ്രീധര, മിണ്ടാണ്ടിരിക്കർത്തി. മക്കള് പിഴച്ച കുറ്റം തള്ളയ്ക്ക. തള്ളക്ക് മാത്ര. വാ. തല്ലി കൊല്ലു എന്ന്. കൊല്ലണമല്ലോ, അല്ലാണ്ട് ഈ ജാതിയെ വളർത്താൻ കൊള്ളൂ. വിശേഷം ഉണ്ടല്ലേ? കേട്ടില്ലെന്നുണ്ടോ? എന്നാ വാ തുറന്ന് പറയാ. കുട്ടിക്കൊരബദ്ധം പറ്റിയതാ. ശരി, അബദ്ധം സമ്മതിച്ചിരിക്കണോ? ആരാ ഈ അബദ്ധത്തിന്റെ അവകാശി? ബുദ്ധിമുട്ടാച്ചാ പറയിക്കാം. എന്താ? കുട്ടിക്കറിയില്ല. പറയാതുണ്ടാവുന്ന ഗർഭത്തിന് അടി തന്നെയാ മരുന്ന്. പറയാ മാറി മാറി നിക്ക. അവളെ ഒന്നും ചെയ്യല്ലേ അപ്പ.
ഒന്നും ചെയ്യല്ലേ വേണ്ട. വാതിൽ തുറക്കപ്പ. അവളെ ഒന്നും ചെയ്യല്ലേ അപ്പ. അയ്യോ അപ്പ വേണ്ട. ഇത്ര ചോദിച്ചിട്ടും പെണ്ണ് തെളിച്ചൊന്നും പറയണില്ല. നന്നായിട്ട് ദണ്ണിച്ചില്ലേ നീ? എന്നിട്ടും പറഞ്ഞില്ലേ സത്യം? തല്ലും തോറും കൂടുകയല്ലേ എന്താ? എന്തായാലും ഇറങ്ങാ ഞങ്ങള്. ഇനി ഈ ഇല്ലോമായിട്ട് ഒരു സ്ഥായില്ല. അശ്രീകരം പിടിച്ച പെൺകുട്ടികൾ ഉണ്ടായ ഇല്ല മുടിയും. ഇവിടെ എന്നാ ഞങ്ങൾക്കും കിട്ടും അതിന്റെ കേട്. എല്ലാരും പോയതുകൊണ്ട് ഒരു തീർപ്പാവില്ലല്ലോ. തീർപ്പും കാത്തിരിക്കാൻ പറ്റുമോ ആഠ്യത്തുള്ള ഇല്ലക്കാർക്ക്? അറയ്ക്കകത്ത് ഭഗവതി കുടിയിരിപ്പുള്ള മനയായത്. പെണ്ണ് സാധനമായി പോയാ ഭഗവതി കുടിയിറങ്ങുവോ? ചൈതന്യം പോയിരിക്കണു. ഇനി ഇവിടെ നിക്കണവർക്കും ശനി തന്നെയാ. സാധനമായി തീരുമാനിക്കാം അല്ലേ? എന്താ സംശയം? കർമ്മിയെ വരുത്തി ഒന്ന് ചിന്തിക്കണം. വിചാരണ വേണ്ടി വരുമോന്ന്. വിചാരണയോ? എന്താ ഞെട്ടിപ്പോയോ ഏട്ടൻ? ആളെ പറയില്ലാച്ചാ സ്മാർട്ട് വിചാരം ചെയ്യണം. എന്റെ കൃഷ്ണ, എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ശാപം കിട്ടിയ ജന്മമല്ലേ അകത്തിരിക്കണേ. അനുഭവിക്ക. വന്നോളൂ. ഇവിടുന്ന് പോയാൽ ഇനി കുളിച്ചിട്ടല്ലാതെ ഇല്ലത്തെറാൻ പറ്റില്ല. മ്ലേച്ഛന്മാരെ വീട്ടിൽ കയറി മട്ടായില്ലേ? വരിക. ശ്രീധര, എന്തെങ്കിലും ഒരു പോംവഴി? ഒരു വഴിയുമില്ല. ശ്രീരാമൻ കനിഞ്ഞിട്ട് കിട്ടിയ ദിവ്യ ഗർഭാന്ന് പറയണു പെണ്ണ്. അപ്പൊ ഇനി രാമപാദം ചേരാനുള്ള വഴി നോക്കുക. മനസ്സിലായില്ലേ? ശേഷിച്ചോർക്കെങ്കിലും മോക്ഷം കിട്ടാൻ കർമ്മങ്ങൾ തന്നെയാ നല്ലത്. അത് നടക്കും, നടത്തണം. ആദ്യം മോശം കിട്ടേണ്ടത് നമുക്കാ. രണ്ടാക്കം കൂടെ അങ്ങ് പോയേക്കാം. എന്റെ ഈശ്വര,